ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്രാട കാഴ്ചക്കുല സമർപ്പണം, തിരുവോണ സദ്യ എന്നിവയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വാഴ്ച നടക്കുന്ന ഉത്രാട കാഴ്ചക്കുല സമർപ്പണത്തിൽ മന്ത്രി K മുരളീധരൻ പങ്കെടുക്കും. രാവിലെ ശീവേലിക്കു ശേഷം കൊടിമര ചുവട്ടിലാണ് ചടങ്ങ്. മേൽശാന്തി ആദ്യ കാഴ്ചക്കുല സമർപ്പിക്കും. തുടർന്ന് ദേവസ്വം ചെയർമാൻ, ക്ഷേത്രം ഊരാളൻ, ക്ഷേത്രം തന്ത്രി, ഭരണസമിതി അംഗങ്ങൾ എന്നിവരും സമർപ്പിക്കും. ഗുരുവായൂരപ്പന് കാഴ്ചക്കുല സമർപ്പിക്കാനെത്തുന്നവർക്ക് മുതിർന്ന പൗരന്മാരുടെ ദർശനവരിയുടെ ഭാഗത്ത് സൗകര്യമൊരുക്കും. കാഴ്ചക്കുലയുമായി നാലമ്പലത്തിലേക്ക് പ്രവേശനമുണ്ടാകില്ല. വിശേഷാൽ ചടങ്ങ് നടക്കുന്നതിനാൽ മുതിർന്ന പൗരന്മാർ, പ്രാദേശികം എന്നിവരുടെ വരികൾ രാവിലെ 5:30 അവസാനിപ്പിക്കും. തിരുവോണത്തിന് 10,000 പേർക്കുള്ള വിശേഷാൽ പ്രസാദകൂട്ടാണ് ദേവസ്വം ഒരുക്കുന്നത്. രാവിലെ 9 അന്നലക്ഷ്മി ഹാളിലും അതിനോട് ചേർന്ന പന്തലിലും പ്രസാദകൂട്ട് തുടങ്ങും. പ്രസാദകൂട്ടിനുള്ള വരി ഉച്ചയ്ക്ക് 2 അവസാനിപ്പിക്കും. തുടർന്ന് ബുഫേ തുടങ്ങും. കാളൻ, ഓലൻ, എരിശ്ശേരി, അവിയൽ, പഴം, പ്രഥമൻ, മോര്, കായവറവ്, പപ്പടം, അച്ചാർ ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ഉണ്ടാകും. ഉത്രാടം മുതൽ ചതയം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ VIP ദർശനം ഉണ്ടാകില്ല. പൊതുവഴി നിൽക്കുന്ന ഭക്തർക്ക് ദേവസ്വം മുൻഗണന നൽകും. ഈ മാസത്തെ അവസാന ഞായറാഴ്ചയായ 30 ക്ഷേത്രത്തിൽ 350-ലേറെ വിവാഹങ്ങൾ നടക്കും. 351 വിവാഹങ്ങളാണ് ഇതുവരെ ഷീട്ടാക്കിയിട്ടുള്ളത്. റെക്കോർഡ് വിവാഹങ്ങൾ നടന്നപ്പോൾ ചെയ്ത ക്രമീകരണങ്ങൾ ഒരുക്കാനാണ് ദേവസ്വം തീരുമാനം. ദേവസ്വത്തിന്റെ ക്രമീകരണങ്ങളുമായി സഹകരിക്കണമെന്ന് ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് അറിയിച്ചു. 350ഓളം വിവാഹം ഉപേക്ഷിച്ചു കഴിഞ്ഞു. അതെങ്ങോട്ടാണ് പോണത് എന്ന് ഞങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഞങ്ങളുടെ പ്രതീക്ഷ ഈ 450ഓളം വിവാഹം വന്നിട്ട് അത് വിജയകരമായി പൂർത്തീകരിച്ചു എന്നുള്ള വാർത്ത നാട്ടിൽ മുഴുവൻ വന്നിരിക്കുക. അപ്പോൾ സ്വാഭാവികമായും വർധനയുണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദേവസ്വത്തിൻ്റെ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ മുന്നിൽ വന്നുകൊണ്ട് എത്ര വിവാഹം നടത്താൻ കഴിയുന്നുള്ള പ്രതീക്ഷ ജനങ്ങൾക്ക് വരികയും ഈ 30-ാം തീയതി വിവാഹ ദർശനം കൂടാൻ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് സഹകരണം ഞങ്ങൾ ആവശ്യപ്പെടും.